നമ്മൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്നത് കുളു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കുളുവിൽ അറിയാലോ ആക്ടിവിറ്റിയുടെ ഒരു ഏരിയ ആണ്. പിന്നെ അത്യാവശ്യം ഷോപ്പിങ്ങും പിന്നെന്താണ് ഫാക്ടറി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കുളുവിലുള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷാരീസ് വേ. ആരൊക്കെ പാരഗ്ലൈഡിങ്ങിന് പോകണം എന്നുള്ള തീരുമാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീംസ് പാരഗ്ലൈഡിങ്ങിന് പോവാണ്. ആദ്യം പോണത് ശ്രീദേവി. ഹലോ. പേടിയുണ്ടോ? പേടി എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. എനിക്ക് അറിയില്ല എന്താ സംഭവം. എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ? എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷിയെ പോലെ പറക്കാൻ പോണ്. അതെ. പിന്നെ അത് അടുത്ത ആള് മുഖം ഒന്ന് മാറ്റൂ, മാസ്ക് ഒന്ന് മാറ്റൂ. ആദ്യം റെഡി എന്ന് പറഞ്ഞ ആളാണ്. ഒരു ടെൻഷൻ ഇല്ല? ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. ആഗ്രഹങ്ങളാണ്. എനിക്ക് വയ്യ. അവസാനം ഞങ്ങൾ എല്ലാവരും പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ മൊത്തം 5 പേരുണ്ട്. ഇത് ഇവരുടെ ഓഫീസാണ്. 2000 രൂപയാണ് കേട്ടോ പാരഗ്ലൈഡിങ്ങിൻ്റെ ചാർജ്. നമുക്ക് വീഡിയോ എടുത്ത് തരാനായിട്ട് 500 രൂപയും. നമ്മളിവിടെ സൈൻ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ചെറുതായിട്ട് ക്ലൈമറ്റ് ഒരു പ്രോബ്ലമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാലും വെറുതെ നിൽക്കില്ലല്ലോ. ഇത് തൊട്ടടുത്ത് കണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല ആപ്പിൾ മരങ്ങൾ പൂത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ ഒരു സമയവും വെറുതെ കളയാൻ പാടില്ല അല്ലേ? ഇവിടെ ഫോട്ടോ സെഷൻ പരിപാടിയിലാണ്. ശബരീത് ട്രാവലർ ഫോട്ടോഗ്രാഫർ ആയിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ തെറി കേൾക്കും. ഇതിവരുടെ കൃഷിയാണ്, നെൽകൃഷി. കണ്ട അങ്ങനെ ക്ലൈമറ്റ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. നമ്മളിതേ പാരഗ്ലൈഡിങ്ങിന് പോവുകയാണ്. ശരിക്കും ഇത് ഭയങ്കര ഒരു കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും ഉള്ളിൽ കയറി നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുന്ന അവസരമല്ല ഇതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴല്ലേ. അതും ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ട്രക്കിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ബാക്കിൽ കയറാം. നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. തണുത്ത കാറ്റും കൂടെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു ഭയങ്കര ഒരു വേണ്ടെന്ന് തോന്നി ഒരു ശേഖരം നേരം. ഇതിപ്പോൾ നമ്മുടെ പുതിയ അതായത് നമ്മളെ പാരഗ്ലൈഡിങ്ങിന് കൊണ്ടുപോകുന്ന ആളുകളാണിത്. അവരെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളുടെ ടീംസിൽ എണ്ണം കൂടി ഞാൻ ബാക്കിൽ നിന്നത് പണി പാളി പോകുന്നൊരു തോന്നലൊക്കെ വന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ല രസമാണ്. ഇതെന്തായാലും നമുക്ക് കിട്ടുന്ന അപൂർവം ഒരവസരമല്ലേ. ഇനി ഇവിടെ നിന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പോകുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ആ ഫീലിൽ പോവാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണും കേട്ടോ. നല്ലൊരു കിടിലൻ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ സ്പോട്ടിൽ ഇറങ്ങി. ശരിക്കും ചെറുതായിട്ടൊരു ടെൻഷനും അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കണ്ടോ, ഇതെല്ലാവരും ഇപ്പോൾ പറക്കാനുള്ള ആളുകളാണ്. എല്ലാവരും അവരവരുടെ ആളുകളുമായിട്ട് ഈ ഒരു ബാഗും തൂക്കി അവരാണ് ഇതെല്ലാം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. നമുക്ക് ഇതൊക്കെ ഇടുക, പറക്കുക.
ഫുൾ ഉത്തരവാദിത്തം നമ്മൾ അവരുടെ കൈകളിൽ ഏൽപ്പിച്ചാണ് നമ്മളിപ്പോൾ ഈ പറക്കാൻ പോണത്. ബാദൽ, എൻ്റെ അമ്മോ ബാദൽ. അപ്പൊ ഇദ്ദേഹമാണ് നമ്മളുടെ പൈലറ്റ്. എന്റെ പൈലറ്റ്. അതെ, പറക്കാം. ഓളെ കാലനെത്തി അറിയാ. എന്റെ കാലനെത്തി. എടുത്തോട്ടെ. ക്യാപ്പും കൊണ്ടോ? ക്യാപ്പ് പോരെ. അങ്ങനെ ഞാനും പറന്നിട്ട് വരാട്ടാ. എന്തായാലും ഈ ഒരു മാനസികാവസ്ഥ പറഞ്ഞറിയാൻ പറ്റില്ല. ഈ ഒരു പട്ടത്തിലും നൂലുമ്പിലുമാണ് നമ്മളുടെ ജീവൻ അല്ലേ? Hands down. Keep run. Yes, run. 1, 2, 3. सही हाँ. तू आप दौड़. You okay? Yeah. Comfortable? Yeah. Okay. Hold here.
വീടിൻ്റെ ഉമ്മറത്തിരിക്കണ പോലെ ഒരാളിരിക്കണേ കണ്ടോ. ഇതപ്പോൾ എല്ലാവർക്കും ചെയ്യാം കേട്ടോ. നമ്മുടെ മനസ്സിൽ കുറച്ചൊരു ധൈര്യം വേണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും മണാലി വരുമ്പോൾ പാരഗ്ലൈഡിങ് മസ്റ്റാണ്. നമ്മളൊരു വേറൊരു ലോകത്ത് നമുക്ക് ലൈഫിൽ ഇങ്ങനെയൊക്കെ അപൂർവമായിട്ടാണ് ഒരു അവസരങ്ങൾ കിട്ടുക. അപ്പോൾ അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. ധൈര്യം എന്ന് പറയുന്നത് ഒരു മെയിൻ തിങ് ആണ്. അതുള്ളവർക്ക് എന്തായാലും ചെയ്യാം കേട്ടോ. റാഫ്റ്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇതും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് ഇത് ശരിക്കും ഐസ് കട്ട ഉരുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ആ വെള്ളത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു 7 കിലോമീറ്റർ നമ്മൾ ഇവരെ കൊണ്ടുപോകും. നമ്മളിത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നേരെ മണാലിയോട് ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ അവസാനത്തെ നമ്മളുടെ ഒരു ആക്ടിവിറ്റിയാണിത്. നമ്മളുടെ റൈഡർ എന്ന് പറയുന്ന ഒരു ചൈനക്കാരനാണ് കേട്ടോ. പുള്ളി ഭയങ്കര കോമഡിയാണ്. എന്തായാലും ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നിങ്ങൾ ബാക്കി കാണും. അയാളെ മാത്രം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. Okay guys, relax. യെസ്, അങ്ങനെ നമ്മൾ റിവർ റാഫ്റ്റിംഗ് എന്ന് പറയുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് ഡൽഹിയിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബസ് ഇതേനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ കയറും. അപ്പോൾ അങ്ങനെ മണാലിയോട് നമ്മൾ ഗുഡ് ബൈ പറയാൻ പോവാണ്. അങ്ങനെ 3 ദിവസത്തെ നമ്മളുടെ ഒരു തകർപ്പൻ, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത്. നാളെ നമ്മൾ ഡൽഹിയിലെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.